അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. വേദിയിലെ ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ. നവോത്ഥാനവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് അല്പസമയം നിങ്ങളുമായി സംസാരിക്കുവാനുള്ളത്. വളരെ സന്തോഷകരമായ ഒരു രാത്രിയിലാണ് നമ്മളിവിടെ സന്നിഹിതരായിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ പ്രോഗ്രാമിൽ നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. 6-ാം നൂറ്റാണ്ടിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രവാചകനും 6-ാം നൂറ്റാണ്ടിൽ ആ പ്രവാചകൻ പ്രബോധനം ചെയ്ത ഒരു മതവും ആധുനിക കാലഘട്ടത്തിലെ നവോത്ഥാനവുമായി ചേർത്ത് വായിക്കുമ്പോൾ എൻ്റെ സംസാരത്തെ ഒരുപക്ഷെ അല്പം കൗതുകത്തോടെ കേൾക്കുന്നവരുണ്ടാകാം. ആകാംക്ഷയോടെ ഈ സംസാരങ്ങളെ വായിക്കുന്നവരുണ്ടാകാം. ഒരൽപ്പം പരിഹാസത്തോടെ ഒരുപക്ഷെ ഈ നവോത്ഥാനത്തെക്കുറിച്ച് വായിക്കുകയും 6-ാം നൂറ്റാണ്ടിൻ്റെ നവോത്ഥാനം എന്താണ് എന്ന് പരിഹാസത്തോടു കൂടി ആലോചിക്കുകയും ചെയ്യുന്നവരൊക്കെ നമുക്കിടയിലുണ്ടാകാം. ആധുനിക കാലഘട്ടം നവോത്ഥാനത്തെക്കുറിച്ച് വായിക്കുന്നതും കേൾക്കുന്നതും 18-ാം നൂറ്റാണ്ടിലാണ്. 18-ാം നൂറ്റാണ്ടിന് മുമ്പ് ഒരു നവോത്ഥാനത്തെക്കുറിച്ച് കേൾക്കുകയോ വായിക്കുകയോ ചെയ്ത പരിചയം ആധുനിക കാലഘട്ടത്തിനുണ്ടായിട്ടില്ല എന്നത് ചരിത്രമാണ്. ജ്ഞാനോദയങ്ങളും നവോത്ഥാന മൂല്യങ്ങളും പരിഷ്കരണങ്ങളും പുരോഗമനങ്ങളും ലോകത്തുണ്ടായത് ഫ്രഞ്ച് വിപ്ലവത്തോടു കൂടിയാണ് എന്നാണ് ആധുനിക ചരിത്രം പറയുന്നത്. 1879 ആരംഭിച്ച് 1789 ആരംഭിച്ച് 1799 അവസാനിച്ച ഫ്രഞ്ച് വിപ്ലവമാണ് ആധുനിക നവോത്ഥാനത്തിൻ്റെ തുടക്കമെന്ന് ചരിത്രം വിലയിരുത്തുന്നതും രേഖപ്പെടുത്തുന്നതും. 1889 ജൂലൈ 14-ാം തീയതി ഫ്രാൻസിലെ ഏറ്റവും വലിയ ജയിലുകളിലൊന്നായ ബാസ്റ്റിൽ കോട്ട തകർത്തുകൊണ്ടാണ് ഒരു സംഘം ജനങ്ങൾ ആ കോട്ടയിലേക്ക് കടന്നു കയറി അത് തകർത്തെറിഞ്ഞുകൊണ്ടാണ് ആ വിപ്ലവത്തിൻ്റെ തുടക്കമുണ്ടാകുന്നത്. നൂറുകണക്കിന് ജയിൽ ജീവനക്കാരെ കൊന്നുകളയുകയും ആ ജയിലിലടക്കപ്പെട്ട തടവ് പുള്ളികളെ തുറന്നുവിടുകയും ആ ജയിലറയിൽ സൂക്ഷിക്കപ്പെട്ടിരുന്ന ആയുധങ്ങൾ കവർന്നെടുക്കുകയും ചെയ്ത് ഫ്രാൻസിൻ്റെ തെരുവോരങ്ങളിൽ രാഷ്ട്രീയ അരാജകത്വ കലാപമായി അത് വായിക്കുന്നുണ്ടെങ്കിലും കത്തോലിക്കാ സഭയുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയായിരുന്നു ഫ്രഞ്ച് വിപ്ലവം എന്നത് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഫ്രാൻസ് എന്ന് പറയുന്നത് കത്തോലിക്കാ സഭയുടെ മൂത്ത പുത്രി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 3 വിഭാഗം ആളുകളാണ് ഫ്രാൻസിലുണ്ടായിരുന്നത്. ഒന്നാമത്തെ വിഭാഗം സഭയുടെ പുത്രന്മാർ എന്നറിയപ്പെടുന്ന പ്രഭുക്കന്മാർ, 2ാമത്തെ വിഭാഗം പുരോഹിതന്മാർ, 3ാമത്തെ വിഭാഗം സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ഒരു മനുഷ്യാവകാശങ്ങളും അനുവദിക്കാതെ സാധാരണക്കാരെ ചവിട്ടി മെതിച്ചപ്പോഴാണ് സാധാരണക്കാരൻ്റെ ഉള്ളിൽ നിന്ന് കടന്നു വന്ന വികാരത്തിൽ നിന്നുകൊണ്ടാണ്
ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തുടക്കം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇക്വാലിറ്റിയെക്കുറിച്ചും ഫ്രട്ടേണിറ്റിയെക്കുറിച്ചും ലിബർട്ടിയെക്കുറിച്ചും ലോകം കേൾക്കുന്നതും വായിക്കുന്നതും 18-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ചരിത്രത്തിൽ നിന്നുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും സാഹോദര്യത്തെയും ലോകം വായിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നത്. ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടന, ലോകരാജ്യങ്ങളുടെ ഭരണഘടനയിൽ ലിബർട്ടിയും ഫ്രട്ടേണിറ്റിയും ഇക്വാലിറ്റിയും ഒക്കെ കടന്നു വരുന്നത് 18-ാം നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. ഇന്ത്യയുടെ ഭരണഘടനയിലും നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും. ലോകത്ത് നടന്നിരുന്ന 18-ാം നൂറ്റാണ്ടുകൾക്ക് ശേഷം നടന്ന നവോത്ഥാന പ്രവർത്തനങ്ങളെല്ലാം മതത്തിനെതിരായിരുന്നു. മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ ചൂഷണം ചെയ്ത് മനുഷ്യരുടെ അവകാശങ്ങളെയും പൗരാവകാശങ്ങളെയും ജനാധിപത്യ മൂല്യങ്ങളെയും തല്ലിത്തകർക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരെയായിരുന്നു ലോകത്ത് നടന്ന ആധുനിക കാലഘട്ടത്തിലെ നവോത്ഥാനത്തെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നത്. ഇന്ത്യയിലെ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് പശ്ചിമ ബംഗാളിൽ ജനിച്ച രാജാറാം മോഹൻ റോയിയാണ്. രാജാറാം മോഹൻ റോയ് ഇന്ത്യയിലെ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് അതിനൊരു കാരണമുണ്ടായിരുന്നു. തൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ 17 വയസ്സ് പ്രായമുള്ള തൻ്റെ സഹോദരിയുടെ ഭർത്താവ് മരിച്ചു പോകുമ്പോൾ ആ മരിച്ചുപോയ സഹോദരിയെ വലിച്ചിഴച്ച് ഭർത്താവിൻ്റെ ചിതയിലേക്ക് വലിച്ചെറിഞ്ഞ് ആ ചിതയിലിട്ട് തൻ്റെ സഹോദരിയെ ചുട്ടുകൊല്ലുന്നത് കണ്ട ആ വൈകാരികതയിൽ നിന്നുകൊണ്ടാണ് മതത്തിൻ്റെ പേരിൽ മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്ന ഈ ജീർണതകൾക്കെതിരെ രാജാറാം മോഹൻ റോയ് ശബ്ദമുയർത്തുന്നത്. 1804 രാജാറാം മോഹൻ റോയ് എഴുതിയൊരു പുസ്തകമുണ്ട്, തുഹ്ഫത്തുൽ ആ പുസ്തകത്തിൻ്റെ പേര് തുഹ്ഫത്തുൽ മുവഹിദീൻ എന്നാണ്. ആ പുസ്തകത്തിൻ്റെ പേര്. പേർഷ്യൻ ഭാഷയിലാണ് അദ്ദേഹം ആ പുസ്തകം എഴുതിയത്. അതിൻ്റെ ആമുഖം അദ്ദേഹം എഴുതുന്നത് അറബി ഭാഷയിലാണ്. രാജാറാം മോഹൻ റോയ് അറബി ഭാഷയിൽ ആമുഖം എഴുതിയ 1804 പേർഷ്യൻ ഭാഷയിൽ എഴുതിയ പുസ്തകത്തിൽ നിന്നുകൊണ്ടാണ് ചരിത്രത്തിൽ വലിയ നവോത്ഥാന പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ തുടക്കം കുറിക്കപ്പെടുന്നത്. ഹൈന്ദവ മതത്തിൻ്റെ ഹിന്ദു മതത്തിൻ്റെ ദർശനങ്ങൾ ശക്തമായ ഏകദൈവ ദർശനത്തെ പഠിപ്പിക്കുന്നുവെന്നതാണ് രാജാറാം മോഹൻ റോയിയുടെ പ്രഖ്യാപനം. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്ന ഏകദൈവ വിശ്വാസത്തിൻ്റെ അചഞ്ചലമായ കാര്യങ്ങളെ വ്യക്തമായി അദ്ദേഹം ലോകത്തിൻ്റെ മുന്നിൽ വിശദീകരിക്കുന്നുണ്ട്. രാജാറാം മോഹൻ റോയ് ഇവിടെയുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇന്ത്യയുടെ ചരിത്രം വരുമ്പോൾ ആ നവോത്ഥാന പ്രവർത്തനങ്ങളെ എമ്പാടും നമുക്ക് വായിക്കാൻ കഴിയും. മതത്തിൻ്റെ പേരിൽ ജീർണതകൾ ഉണ്ടാകുമ്പോൾ, മനുഷ്യാവകാശങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കപ്പെടുമ്പോൾ, അവരുടെ ജീവിതത്തെ ചവിട്ടിയരക്കുമ്പോൾ നവോത്ഥാന നായകന്മാർ ഉദയം ചെയ്യുന്നത് ചരിത്രത്തിലെമ്പാടും ഉണ്ടായ ഒരു പ്രതിഭാസമാണ്. ഒരിക്കൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിൽ മഹാത്മാഗാന്ധി അംബേദ്കറോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അംബേദ്കർ ബ്രിട്ടീഷുകാരൻ്റെ ജോലി സ്വീകരിച്ച്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സ്വീകരിച്ച് ബ്രിട്ടീഷ് ജോലി സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു. ഗാന്ധിജി അദ്ദേഹത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. അംബേദ്കർ, നിങ്ങളുടെ ചില നിലപാടുകൾ നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ വൈകിപ്പിക്കുന്നതാണ്, നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ പിന്നോട്ട് വലിക്കുന്നതാണ് അംബേദ്കർ നിങ്ങളുടെ ചില നിലപാടുകളെന്ന് ഗാന്ധിജി അംബേദ്കറോട് പറയുന്ന വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ സമയത്ത് അംബേദ്കർ ഗാന്ധിജിയുടെ മുഖത്ത് നോക്കി പറയുന്നൊരു വാചകമുണ്ട്. മിസ്റ്റർ ഗാന്ധി, നിങ്ങൾ ഏത് മാതൃരാജ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? പൊതുവഴിയിലൂടെ നടക്കാൻ അവകാശമില്ലാത്ത, പൊതുകിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ അവകാശമില്ലാത്ത, പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ അവകാശമില്ലാത്ത ഞങ്ങളുടെ മാതൃരാജ്യത്തെക്കുറിച്ചാണോ നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കുന്നത് എന്ന് അംബേദ്കർ ഗാന്ധിജിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മനുഷ്യാവകാശങ്ങളില്ലാത്ത, പൗരത്വങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്ന, മതത്തിൻ്റെ പേരിൽ ജീർണവിശ്വാസങ്ങൾ കടന്നു വന്നിരുന്ന 18-ാം നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് നവോത്ഥാനത്തെക്കുറിച്ച് ലോകം വായിക്കുന്നത്, ഇന്ത്യ വായിക്കുന്നത്, നമ്മൾ കേരളത്തിലേക്ക് കടന്നു വരുമ്പോഴും വായിക്കാൻ കഴിയുന്നത്. മലയാളികളാണ് നമ്മൾ. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ നാടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനേക്കാളും ജീർണമായ മതവിശ്വാസങ്ങൾ കുമിഞ്ഞുകൂടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെടുന്നത്. മാറുമറക്കാൻ അവകാശമില്ലാത്ത സ്ത്രീകൾ ഉണ്ടായിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. കൈകൾ കൊണ്ട് തൻ്റെ മാറ് പൊത്തിപ്പിടിച്ചതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ട സ്ത്രീകളുള്ള ഒരു നാടായിരുന്നു കേരളം എന്നത് നമുക്കിന്ന് അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണാൻ കഴിയുന്നത്. നമുക്കിന്ന് അത്ഭുതത്തോടു കൂടിയാണ് അത് വായിക്കാൻ കഴിയുന്നത്. മാറുമറക്കാൻ, വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാത്ത
ദളിത് പുലിയ സ്ത്രീകൾ ഉണ്ടായിരുന്ന കേരളം എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ കഴിയുമോ? ഇന്ന് 1915 കൊല്ലം പീരങ്കി മൈതാനിയിൽ അയ്യങ്കാളി ഒരു വലിയ സമ്മേളനം സംഘടിപ്പിച്ചു. ആയിരക്കണക്കിന് പുലിയ സ്ത്രീകളാണ് പീരങ്കി മൈതാനിയിൽ അന്ന് ഒരുമിച്ച് കൂടിയത്. ആയിരക്കണക്കിന് ആ സ്ത്രീകളുടെ പ്രത്യേകത, അവരുടെ കഴുത്തിലൊരു മാലയുണ്ടായിരുന്നു. കല്ലുമാല സമരം എന്നാണ് ചരിത്രത്തിൽ ആ നവോത്ഥാന പ്രവർത്തനത്തെ വിളിക്കുന്നതും വിലയിരുത്തുന്നതും. കല്ലുമാലയണിഞ്ഞ, കല്ലുകളും കുപ്പിച്ചില്ലുകളും കൊണ്ട് കോർത്ത മാല ധരിച്ച സഹോദരിമാർ, പുലിയ സ്ത്രീകളാണ് അവിടെ ഒരുമിച്ച് കൂടിയത്. അവരാ മാല പൊട്ടിച്ചെറിഞ്ഞു, ആ കല്ലുകൾ പൊട്ടിച്ചെറിഞ്ഞു. കല്ലുമാല സമരമെന്ന് ചരിത്രം അതിനെ വിളിക്കുന്നു. 5 മീറ്റർ ഉയരത്തിലാണ് പീരങ്കി മൈതാനിയിൽ ആ കല്ലുകൾ കൂട്ടിയിട്ടപ്പെട്ടത് എന്ന് കേരളത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ആൾക്കൂട്ട കൊലപാതകങ്ങളെക്കുറിച്ച് ഇന്ത്യയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പശുവിനെ കൊണ്ടുപോകുമ്പോൾ ആൾക്കൂട്ടങ്ങൾ മർദ്ദിച്ചു കൊന്ന മനുഷ്യരുടെ ചരിത്രങ്ങളുണ്ട്. ആളുകളെ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ആൾക്കൂട്ടങ്ങൾ തല്ലിക്കൊന്ന മനുഷ്യരുടെ ചരിത്രം വായിക്കുന്നുണ്ട്. ഉപ്പ് എന്ന് മലയാളത്തിൽ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ തല്ലിക്കൊന്ന നാടിൻ്റെ പേരാണ് കേരളം എന്ന് പറയുന്നത്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം എന്ന് പറയുന്ന പ്രദേശത്ത് ഉപ്പ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ തല്ലിക്കൊന്ന മനുഷ്യരുള്ള ചരിത്രമുള്ള ഒരു നാടിൻ്റെ പേരാണ് കേരളം എന്ന് പറയുന്നത്. നവോത്ഥാനങ്ങൾ അവിടെ നിന്ന് ആരംഭിച്ചു. ഭാഷ സംസാരിക്കാൻ അർഹതയില്ലാത്ത മനുഷ്യർ ജീവിച്ച ഒരു മണ്ണ്, പുളിച്ചത് എന്നാണ് അവർ പറയേണ്ടത്. ഞാനെന്ന് സംസാരിക്കാൻ അവകാശമില്ലാത്ത മനുഷ്യരുണ്ടായിരുന്ന ഒരു കാലമുണ്ട്. അടിയാനെന്നാണ്, അടിമയെന്നാണ്, അടിയാനെന്നാണ് പറയാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നത്. ചരിത്രങ്ങൾ ഒരുപാട് നമുക്ക് വായിക്കാൻ കഴിയും. സ്വാതന്ത്ര്യത്തെയാണ്, മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെയും മനുഷ്യരുടെ പൗരാവകാശങ്ങളെയും മനുഷ്യരുടെ അവരുടെ സമത്വത്തെയുമാണ് ആധുനിക നവോത്ഥാനം വിലയിരുത്തുന്നത്. എന്നാൽ നമ്മൾ ചരിത്രത്തിൽ ഒന്നുകൂടി പിന്നോട്ട് പോകുക. ഞാൻ ആദ്യം ഇവിടെ സൂചിപ്പിച്ചു, നാം സംസാരിക്കുന്നത് 6-ാം നൂറ്റാണ്ടിലെ നവോത്ഥാനത്തെക്കുറിച്ചാണ്. നാം സംസാരിക്കുന്നത് 6-ാം നൂറ്റാണ്ടിലെ 6-ാം നൂറ്റാണ്ടിലെ നവോത്ഥാനവുമായി കടന്നുവന്ന ഒരു പ്രവാചകൻ പ്രബോധനം ചെയ്ത മതദർശനത്തെക്കുറിച്ചാണ്. ഇവിടെ നമ്മൾ ആധുനിക കാലഘട്ടം 6-ാം നൂറ്റാണ്ട് എന്ന് പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് ഒരു സാർവത്രികമായൊരു കാലമാണ്. നമ്മുടെ കണ്ണടകൾക്ക് പിന്നിൽ മുഹമ്മദ് നബിയെ നമുക്ക് വായിക്കാൻ കഴിയണം. നമ്മുടെ പുസ്തകങ്ങൾക്കപ്പുറത്ത് പ്രവാചകനെ നമുക്ക് നോക്കിക്കാണാൻ കഴിയണം. നമ്മുടെ മഞ്ഞക്കണ്ണടകൾക്കപ്പുറത്ത് ഈ സമൂഹത്തിന് മുന്നിൽ പ്രവാചകനെ ഉയർത്തിവെക്കാൻ നമുക്ക് സാധിക്കണം. എബ്രഹാം ലിങ്കൺ മുതൽ ബറാക് ഒബാമ വരെ ഭരണം നടത്തിയ അമേരിക്കയുടെ തെരുവോരങ്ങളിൽ നിന്ന് ഈ അടുത്ത കാലഘട്ടത്തിൽ കേട്ടൊരു ശബ്ദമുണ്ടായിരുന്നു. എനിക്ക് ശ്വാസം മുട്ടുന്നുവെന്നായിരുന്നു ആ ശബ്ദം ഉയർന്നു കേട്ടത്. ലോകത്ത് ആ ശബ്ദം കേൾക്കാത്ത മനുഷ്യരില്ല. അമേരിക്കയിലെ വെള്ളപ്പട്ടാളക്കാരൻ്റെ ബൂട്ടിനടിയിൽ ശ്വാസം മുട്ടി എനിക്ക് ശ്വാസം മുട്ടുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ജോർജ് ഫ്ലോയിഡിന്റെ കരച്ചിൽ കേൾക്കാത്ത മനുഷ്യരുണ്ടോ നമുക്കിടയിൽ? ആ അമേരിക്ക ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പ്രവാചകനെയും സംസ്കാരമില്ലാത്ത 6-ാം നൂറ്റാണ്ട് എന്ന് പരിഹസിക്കുമ്പോൾ അത് ഏറ്റുപാടുന്നവരുണ്ട്. നിങ്ങളങ്ങ് മക്കയിലേക്കൊന്ന് കടന്നു ചെല്ലണം. പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ പരാതിയുമായി കടന്നു വരുന്നുണ്ട്. ആ മനുഷ്യന്റെ പേരാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, പ്രവാചകരെ, എന്നെ അബൂദർ ലിഫാരി ആക്ഷേപിച്ചു നബിയെ. അബൂദർ ലിഫാരി എന്നെ ആക്ഷേപിച്ചു, എന്നെ കറുത്തവളുടെ മകനെ എന്നെ ആക്ഷേപിച്ചു. അബൂദർ ലിഫാരിയെ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സമീപത്തേക്ക് വിളിക്കുന്നുണ്ട്. പേടിയോടുകൂടി റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുന്ന അബൂദർ ലിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അബൂദറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിന്റെ മനസ്സിൽ നിന്ന് നവോത്ഥാനം കടന്നു വന്നിട്ടില്ലേ എന്നാണ്. നിന്റെ മനസ്സിലേക്ക് നവോത്ഥാനം പ്രവേശിക്കപ്പെട്ടിട്ടില്ലേ എന്നാണ്. ജാഹിലിയ്യത്താണോ നിന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അബൂദർ ലിഫാരി റളിയല്ലാഹു അൻഹു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. കടന്നു ചെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് തന്റെ മുഖം ഈ മരുഭൂമിയിൽ ഈ മണ്ണിൽ ചേർത്ത് വെച്ച് എന്റെ മുഖത്ത് താങ്കളുടെ കാലുകൊണ്ടൊന്ന് ചവിട്ടി അരക്കണമെന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് അബൂദർ ലിഫാരി റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുന്നത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇസ്ലാമിന്റെ ചരിത്രത്തിലല്ലാതെ, 6-ാം നൂറ്റാണ്ടിന്റെ കഥകളിലല്ലാതെ, 6-ാം നൂറ്റാണ്ടിന്റെ നവോത്ഥാനത്തിലല്ലാതെ ഈ ചരിത്രങ്ങളെ എവിടെയാണ് നമുക്ക് വായിക്കാൻ കഴിയുക? റിയാദിലെ ആളുകളുടെ, വിദേശികളും സ്വദേശികളുമായ മനുഷ്യരുടെ കണ്ണുകൾക്ക് കുളിർമ നൽകുന്ന ഒരു അത്ഭുതമാണ് ബോളിവാഡ് എന്ന് പറയുന്നത്. അവിടെ റോമിലെ കൊളോസിയം നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ നിങ്ങളുടെ കൈകളിലുള്ള മൊബൈൽ ഫോൺ എടുത്ത് കൊളോസിയം എന്നും സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കൊളോസിയത്തിന്റെ ചരിത്രം കിട്ടും. എന്താണ് കൊളോസിയത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത്? ആധുനിക കാലഘട്ടത്തിലാണ് നിങ്ങൾക്ക് ആ ചരിത്രത്തെ വായിക്കാൻ കഴിയുന്നത്. അടിമകളായ മനുഷ്യരെ ആയുധങ്ങളുമായി കൊളോസിയത്തിന്റെ ഉള്ളിലേക്ക് ഇറക്കി നിർത്തും. അതിന്റെ ചുറ്റും വലിയ ഗ്യാലറികളാണ്. ആ ഗ്യാലറികളിൽ ആളുകൾ ആർത്ത് ചിരിക്കും. എന്തിനാണ് അവർ ആർത്ത് ചിരിക്കുന്നത്? ആ അടിമകളായി ആയുധങ്ങളുമായി കടന്നു ചെല്ലുന്ന മനുഷ്യർക്ക് മുന്നിലേക്ക് ഭീമാകാരമായ മൃഗങ്ങളെ അവർ തുറന്നുവിടും.
ആ മൃഗങ്ങളുമായിട്ട് അടിമകൾ ഏറ്റുമുട്ടണം. അടിമകളെ ചവച്ചരച്ച് ആ കൊളോസിയത്തിനകത്ത് വാരി വിതറുന്ന മൃഗങ്ങളുടെ ദ്രംട്ടകളെ നോക്കി കൈയടിച്ച് അതാഘോഷിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു. അവിടെ വലിയ കൊടും കുറ്റവാളികൾക്ക് മുന്നിലേക്ക് സാധാരണക്കാരായ അടിമകളെ പറഞ്ഞേക്കും. അതേപോലെ തന്നെ മല്ലന്മാരായ അടിമകളുടെ മുന്നിലേക്ക് ദുർബലരായ അടിമകളെ പറഞ്ഞേക്കും. അവരേറ്റുമുട്ടി ദുർബലന്മാർ മരിച്ചു വീഴുമ്പോൾ ആർത്തട്ടഹസിച്ചിരുന്ന കാഴ്ചക്കാണ് കൊളോസിയം എന്ന് പറയുന്നത്. അത് നമുക്കതിൻ്റെ ആ കൊളോസിയത്തിന്റെ മാതൃകകൾ നമുക്കിവിടെ കാണാൻ കഴിയും. എന്നാൽ ആ കൊളോസിയത്തിൽ അടിമകളെ ചവിട്ടിയരച്ച് 18-ാം നൂറ്റാണ്ടുകൾക്ക് ശേഷം അടിമത്ത വിമോചനത്തിന്റെ ശബ്ദത്തെക്കുറിച്ച് ലോകവും ആധുനിക രാജ്യങ്ങളും ലോകവും സംസാരിക്കുമ്പോൾ 6-ാം നൂറ്റാണ്ടിൽ ഒരു ശബ്ദം ഉയർന്നു കേൾക്കുന്നുണ്ട്. ആ ശബ്ദം കേൾക്കുന്നത് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്നുകൊണ്ടാണ് ലോകം ആ ശബ്ദത്തെ വായിക്കുന്നത്. അടിമകളോട് കാണിക്കേണ്ട മര്യാദകളെ കുറിച്ച്, നിങ്ങളൊരടിമയെ കൊന്നുകളഞ്ഞാൽ നിങ്ങൾ കൊല്ലപ്പെടേണ്ടവനാണെന്ന് ലോകത്തോട് സംസാരിച്ച ഒരു മഹാവ്യക്തിത്വമാണ് മുഹമ്മദ് നബി. നിങ്ങളൊരടിമയുടെ അംഗവിച്ഛേദം നടത്തിയാൽ നിങ്ങളുടെ ശരീരങ്ങൾ അംഗവിച്ഛേദം നടത്തപ്പെടേണ്ടതാണ് എന്ന് ലോകത്തോട് സംസാരിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ നമുക്ക് വായിക്കാൻ കഴിയും. അടിമകൾക്ക് വേണ്ടി, നിങ്ങൾ അടിമകൾക്ക് ഭാരമുള്ള ജോലി ഏൽപ്പിച്ചു കൊടുത്താൽ ആ ജോലിയിൽ നിങ്ങൾ അവരെ സഹായിക്കണമെന്ന് അടിമകൾക്ക് വേണ്ടി സംസാരിച്ച പ്രവാചകൻ. കഅബാലയം പ്രവാചകന്റെ കാൽച്ചുവട്ടിൽ വന്നൊരു ദിവസമുണ്ട്. ആ കഅബാലയത്തിന്റെ മുന്നിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ കടന്നു ചെല്ലുന്നുണ്ട്. ആധുനിക രാജ്യം എന്ന് പറയുന്നത്, നമ്മുടെ നാടെന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ദളിതരായ പഞ്ചായത്ത് പ്രസിഡന്റ്, സംവരണ വിഭാഗത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് നാട്ടിലെ പഞ്ചായത്ത് ഭരിച്ച് ആ കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ ചാണക വെള്ളം തെളിച്ച് ശുദ്ധീകരിച്ചിട്ട് അടുത്തയാൾ ജനറൽ സീറ്റിൽ മത്സരിച്ചയാൾ ആ പഞ്ചായത്ത് ഓഫീസുകളിൽ കയറി നിൽക്കുന്ന കേരളത്തിലും ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് അടിമകളുടെ നവോത്ഥാനത്തെക്കുറിച്ച് സംസാരിച്ച പ്രവാചകന്റെ ജീവിതത്തെയും കാലഘട്ടങ്ങളെയും നമുക്ക് വായിക്കാൻ കഴിയുന്നത്. കഅബാലയത്തിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പ്രവാചകന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും 2 മനുഷ്യരുണ്ടായിരുന്നു. ആ മനുഷ്യരുടെ പേരാണ്, ഒന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്, 2 ഖബ്ബാബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. 2 അടിമകളായ മനുഷ്യരെ ചേർത്ത് നിർത്തി, അടിമകളായി ജനിച്ചു വീണ മനുഷ്യരെ ചേർത്ത് നിർത്തി കഅബാലയത്തിന്റെ താക്കോൽ കൂട്ടങ്ങൾ, ആ താക്കോലുകൾ കൊണ്ട് ആ വാതിലുകൾ തുറന്ന് അതിനകത്തേക്ക് കടന്നുപോയ പ്രവാചകന്റെ നവോത്ഥാനത്തെക്കാളും അത്ഭുതം സൃഷ്ടിച്ച ഒരു ചരിത്രത്തെ ലോകത്തെവിടെയെങ്കിലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമോ? നമുക്കെവിടെയെങ്കിലും നോക്കിക്കാണാൻ കഴിയുമോ? ഒരു രാത്രി മക്കയിലെ റസൂലുള്ളാഹിന്റെ വീടിന്റെ വാതിലിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് മുട്ടുന്നുണ്ട്. വാതിൽ തുറക്കുന്ന പ്രവാചകൻ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കാണുന്നു. പ്രവാചകരെ, ഞാൻ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആണ്. ബിലാൽ എന്നാണ് എൻ്റെ പേര്. ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ അടിമയാണ് ഞാൻ. ഉമയ്യത്ത് ബിൻ ഖലഫ് ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ എന്നെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഞാൻ ഇസ്ലാം സ്വീകരിച്ച് അങ്ങയുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. റസൂലുള്ളാഹി ചെറുപ്പക്കാരനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. പ്രവാചകന്റെ നെഞ്ചിന്റെ ചൂടേറ്റ് ആ ചെറുപ്പക്കാരൻ സന്തോഷം കൊണ്ട് ആനന്ദക്കണ്ണുനീർ പൊഴിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്. പ്രിയപ്പെട്ടവരെ, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: മുഹമ്മദ് നബിയെ, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചതിനു ശേഷം എൻ്റെ ശരീരം കറുത്തുപോയതിൻ്റെ പേരിൽ എൻ്റെ ഉമ്മയുടെ മാറോട് എൻ്റെ ഉമ്മ എന്നെ ചേർത്ത് പിടിച്ചതിനു ശേഷം എന്നെ ചേർത്ത് പിടിക്കുന്നത് അങ്ങാണ് പ്രവാചകരെ. നിറത്തിന്റെ പേരിൽ എന്നെ മാറ്റി നിർത്താതെ, വർഗത്തിന്റെ പേരിൽ എന്നെ മാറ്റി നിർത്താതെ, വർണ്ണത്തിന്റെ പേരിൽ എന്നെ മാറ്റി നിർത്താതെ, വസ്ത്രത്തിന്റെ പേരിൽ എന്നെ മാറ്റി നിർത്താതെ, ഉച്ചനീചത്വങ്ങളുടെ പേരിൽ എന്നെ മാറ്റി നിർത്താതെ, എൻ്റെ മനുഷ്യാവകാശങ്ങളെ എനിക്ക് നൽകിയ, എൻ്റെ സ്വാതന്ത്ര്യത്തെ എനിക്ക് നൽകിയ, എൻ്റെ വിശ്വാസങ്ങളെ എനിക്ക് പകർന്നു നൽകിയ അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ അങ്ങയോട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു പ്രവാചകരെ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ചരിത്രത്തോട് പറയുന്ന വാചകമുണ്ട്. എവിടെയാണ് നമുക്ക് ഈ നവോത്ഥാനങ്ങൾ വായിക്കാൻ കഴിയുക? വാൾട്ടറെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, റൂസോയെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, ആധുനിക നവോത്ഥാന നായകന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, രാജാറാം മോഹൻ റോയിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, മഹാത്മാഗാന്ധിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ലോക ചരിത്രത്തിലെ നവോത്ഥാന നായകന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ 100 നൂറ്റാണ്ടുകൾക്കപ്പുറം ഈ സൗദി അറേബ്യയുടെ മണ്ണിൽ വ്യത്യസ്തങ്ങളായി നിന്നിരുന്ന രാജഭരണങ്ങളെ തൗഹീദിലേക്ക് കൊണ്ടുവന്ന് ഏകദൈവ വിശ്വാസത്തിന്റെ അടിത്തറയിൽ അവരെ രൂപം നൽകിയ, അവർക്ക് വളർച്ച നൽകിയ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ചരിത്രത്തെയും നവോത്ഥാനത്തെയും ആരും വായിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ പേരുകൾ നമ്മൾ കാണുന്നില്ല. ആ പേരുകൾ കൂട്ടി വായിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രാജ്യത്തോടും ലോകത്തോടും നമ്മുടെ നവോത്ഥാനത്തെക്കുറിച്ച് പറയാനുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ഇക്വാലിറ്റിയെ കുറിച്ചല്ല, 18-ാം നൂറ്റാണ്ടിലെ ലിബർട്ടിയെ കുറിച്ചല്ല, 18-ാം നൂറ്റാണ്ടിലെ ഫ്രട്ടേണിറ്റിയെ കുറിച്ചല്ല, 6-ാം നൂറ്റാണ്ടിലെ ലിബർട്ടിയെ കുറിച്ച്, 6-ാം നൂറ്റാണ്ടിലെ സ്വാതന്ത്ര്യത്തെയും, 6-ാം നൂറ്റാണ്ടിലെ സാഹോദര്യത്തെയും, 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യാവകാശങ്ങളെയും കുറിച്ചാണ്
നമുക്ക് ഈ ലോകത്തോട് സംസാരിക്കാനുള്ളത്. എഴുന്നേറ്റ് നിന്ന് പ്രവാചകന്റെ ചരിത്രത്തെ ഈ ലോകത്തിന്റെ മുന്നിൽ വായിക്കാനുള്ള തൻ്റെ ഇടവും ആത്മവിശ്വാസവുമാണ് പ്രിയപ്പെട്ട വിശ്വാസികൾ എന്ന നിലയിൽ നാം ആർജിച്ചെടുക്കേണ്ടത്. പ്രവാചകന്റെ ജീവിതത്തെ വക്രീകരിക്കുകയും പ്രവാചകന്റെ ജീവിതത്തെ വിമർശിക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തെ വിമർശിക്കുകയും അത് വളരെ തെറ്റായ രൂപത്തിൽ ലോകത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആധുനിക കാലഘട്ടത്തിൽ ലോകത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ഞങ്ങളുടെ പ്രവാചകൻ, ആ പ്രവാചകന്റെ ജീവിതവും ആ പ്രവാചകന്റെ വ്യക്തിത്വവും ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അർഹതയും അവകാശവുമാണ് നാം നേടിയെടുക്കേണ്ടത്. എങ്ങനെയാണ് മുഹമ്മദ് നബി പാറ്റമുണ്ടാക്കിയത്? എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പരിവർത്തനം ഉണ്ടാക്കിയത്? ആയുധങ്ങൾ കൊണ്ടുണ്ടാക്കിയ പരിവർത്തനമാണോ? അല്ല. ഭീഷണി കൊണ്ടുണ്ടാക്കിയ പരിവർത്തനമാണോ? അല്ല. ഏതെങ്കിലുമൊക്കെ സമ്പത്ത് നൽകിക്കൊണ്ടുണ്ടാക്കിയ പ്രലോഭനങ്ങൾ കൊണ്ടുണ്ടാക്കിയ പരിവർത്തനമാണോ? പ്രവാചകൻ ഉണ്ടാക്കിയ പരിവർത്തനം എന്ന് പറയുന്നത് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അവതരിപ്പിക്കപ്പെട്ട അത്ഭുതകരമായ ഒരു ഗ്രന്ഥത്തിന്റെ പരിവർത്തനമാണ്. അത്ഭുതകരമായ ഗ്രന്ഥത്തിന്റെ പരിവർത്തനമാണ് ഖുർആൻ. വിശുദ്ധ ഖുർആൻ അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കിയ പരിവർത്തനമാണ്. ഇന്നഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. ആ ഖുർആനിന്റെ പ്രത്യേകത ഏറ്റവും ചൊവ്വായതിലേക്ക് അവരെ വഴി നടത്തുന്നു, ഏറ്റവും നല്ലതിലേക്ക് അവരെ വഴി നടത്തുന്നു, എല്ലാ തിന്മകളിൽ നിന്നും നന്മകളിലേക്ക് അവരെ വഴി നടത്തുന്ന അത്ഭുതത്തിന്റെ പേരാണ് ഖുർആൻ എന്ന് പറയുന്നത്. ജനിച്ചു വീഴാൻ അവകാശമില്ലാത്ത പെൺകുട്ടികൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് വൈദൽ മൗഊദത്തി സുഇലത്ത് ബിഅയ്യി ദംബിൻ ഖുതിലത്, ഏതൊരു കുറ്റത്തിനാണ് നീ കൊല്ലപ്പെട്ടത് എന്ന് ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടികളോട് ചോദിക്കപ്പെടും എന്ന വചനം അവതരിപ്പിക്കുമ്പോൾ പെൺകുട്ടികൾക്ക് ജീവിക്കാനും ജനിക്കാനുമുള്ള അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും നൽകിയ അത്ഭുതത്തിന്റെ പേരാണ്, നവോത്ഥാനത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഞങ്ങൾ മരിച്ചാൽ മുന്തിരിത്തോട്ടങ്ങൾക്കിടയിൽ ഞങ്ങളെ കുഴിച്ചിടണം. എന്തിനാണ് ഞങ്ങളെ മുന്തിരിത്തോട്ടങ്ങൾക്കിടയിൽ കുഴിച്ചിടണം എന്ന് പറയുന്നത്? ഞങ്ങൾക്ക് ലഹരി കുടിക്കാൻ ജീവിക്കുന്ന കാലത്തെ ഞങ്ങൾക്ക് കഴിയൂ, മരിച്ചാൽ ഞങ്ങൾക്കതിന് കഴിയില്ല. അതുകൊണ്ട് മരണത്തിന് ശേഷം ഞങ്ങൾക്ക് അത് ആസ്വദിക്കാൻ, അതിൽ നിന്ന് ഉതിർന്നു വീഴുന്ന മുന്തിരികൾ മണ്ണിനോട് ലയിച്ചു ചേർന്നാൽ അങ്ങനെ ഞങ്ങൾക്കത് ആസ്വദിക്കാൻ കഴിയുമെന്ന് വരികൾ എഴുതി വെച്ച, വസിയത്തുകൾ എഴുതി വെച്ച മനുഷ്യർക്കിടയിലേക്കാണ് ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്ന ഖുർആനിന്റെ അധ്യാപനങ്ങൾ ഉണ്ടാകുന്നത്. ലോകത്ത് മദ്യമുക്തമായ ഒരു അത്ഭുതകരമായ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ സമ്മാനിക്കാൻ വിശുദ്ധ ഖുർആനിനല്ലാതെ ആർക്കാണ് സാധിച്ചിട്ടുള്ളത്? ആർക്കാണ് അതിന് കഴിഞ്ഞിട്ടുള്ളത്? വിശുദ്ധ ഖുർആൻ ഒരു അത്ഭുതമാണ്. മനുഷ്യരുടെ ജീവിതത്തെ ഏറ്റവും നന്മയിലേക്ക് വഴി നടത്തുന്ന അത്ഭുതത്തിന്റെ പേരാണ് ഖുർആൻ എന്ന് പറയുന്നത്. റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഒരു അത്ഭുതമാണ്. റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ഒരു വിത്താണ് ഇവിടെ അബ്ദുൽ ഖയ്യൂം ബുസ്താനി റിയാദിലെ റൗളയിൽ നിന്ന് നട്ട ഒരു വിത്താണ്. അത് മുളച്ചു പൊന്തിയത്, ശിഖരങ്ങളായത്, സൗദി അറേബ്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും തണൽ നൽകിയ ഒരു വലിയ തണൽ മരമായി അത് മാറി. കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തിലെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ തണൽ നൽകിയ, ആർക്കും മുറിച്ചു കളയാൻ കഴിയാത്ത ഒരു തണൽ മരമായി ലേൺ ദി ഖുർആൻ എന്നൊരു അത്ഭുതം മാറിയത്, ആയിരങ്ങളെ ഖുർആനിന്റെ വാഹകരാക്കിയത്, ആയിരങ്ങൾക്ക് ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങൾ നൽകിയത്, അത് ഈ ഖുർആൻ നൽകുന്ന ഒരു അത്ഭുതവും മാസ്മരികതയുമാണ്. നമുക്കതിന്റെ വാഹകരാകാൻ കഴിയണം. ആ ഖുർആനിന്റെ പതിപ്പുകളായി തീരാൻ, ജീവിക്കുന്ന പതിപ്പുകളായി തീരാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ഖുർആനിന്റെ വാഹകരാണോ നമുക്ക് നവോത്ഥാനം സൃഷ്ടിക്കാൻ കഴിയും. ഖുർആനിന്റെ ആളുകളാണോ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഈ നവോത്ഥാനങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കാനേ കഴിയില്ല. ഖുർആന്റെ ആളുകളല്ലെങ്കിൽ നഫീസത്തുമാലയും മാല കിതാബുകളും പാടി പെൺകുട്ടികളെ പ്രസവിപ്പിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. നഫീസത്തുമാല പാടി, ബദർ മൗലിദ് പാടി പെൺകുട്ടികളുടെ പ്രസവം നടത്തിയ കേരളത്തിൽ നിന്നാണ് നമ്മൾ വരുന്നത്. ആ കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ട്. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ന് നമുക്ക് ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയുമോ നവോത്ഥാനം പൂർത്തിയായി എന്ന്? ഇന്നും ഇന്നലെയുമൊക്കെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്താണ്? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ഇന്റർവ്യൂ കണ്ടപ്പോൾ അഭിമാനത്തോടെ അയാൾ പറയുന്നു, ഞാൻ എൻ്റെ ഭാര്യയെ എൻ്റെ വീട്ടിലാണ് പ്രസവിപ്പിച്ചത്. എൻ്റെ ഭാര്യയെ പ്രസവിപ്പിച്ചു. അപ്പോൾ ചാനലുകാരൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യ വീട്ടിൽ പ്രസവിക്കുമ്പോൾ പൊക്കിൾ കൊടി നിങ്ങൾ എങ്ങനെയാണ് അത് മുറിച്ചു മാറ്റിയത്, വേർപ്പെടുത്തിയത്? അയാൾ ആവേശത്തോടെ പറയുന്നു, ഞാൻ തൊട്ടടുത്ത കടയിലേക്ക് ഓടി, അവിടെ നിന്നൊരു ബ്ലേഡ് വാങ്ങിക്കൊണ്ടുവന്നു. എന്നിട്ട് അയാൾ ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണത് മുറിച്ചത്? ഞാൻ യൂട്യൂബ് നോക്കിയാണത് മുറിച്ചത് എന്ന് അഭിമാനത്തോടെ പറയുന്ന മലയാളികളുള്ള ഒരു കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെയാണ് നമ്മുടെ നവോത്ഥാന പ്രവർത്തനങ്ങൾ പൂർത്തിയായി എന്ന് പറയാൻ കഴിയുക? നമുക്കൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ഖുർആൻ കൊണ്ടല്ലാതെ കഴിയില്ല. ഖുർആൻ കൊണ്ടല്ലാതെ ഈ വിപ്ലവങ്ങൾ ഉണ്ടാക്കാനും ഈ മാറ്റങ്ങൾ സൃഷ്ടിക്കാനും നമുക്ക് സാധ്യമല്ല. എൻ വി അബ്ദുസ്സലാം മൗലവി, അരീക്കോട് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് കേരളത്തിൽ.
മലപ്പുറം ജില്ലയിലാണ്. അരീക്കോട് ഒരു അത്ഭുതമുണ്ടായി. എങ്ങനെയാണ് അത്ഭുതമുണ്ടായത്? പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അരീക്കോട് താഴത്തങ്ങാടിയിലെ ചായമക്കാനിയിൽ NV അബ്ദുസ്സലാം മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു ഖുർആൻ ക്ലാസ് ആരംഭിച്ചു. ഒരു നാടിനുണ്ടാകുന്ന മാറ്റം ഖുർആൻ കൊണ്ടുണ്ടാകും. ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ആ മാറ്റങ്ങൾ ഉണ്ടാക്കാനേ നമുക്ക് കഴിയില്ല. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. അന്ന് ഖുർആൻ ക്ലാസ്സിലാക്കുന്നവരാണ് എന്ന് NV അബ്ദുസ്സലാം മൗലവി പരിഹസിച്ചു. അബ്ദുസ്സലാം മൗലവിയുടെ ഖുർആൻ ക്ലാസ് മുടക്കാൻ താഴത്തങ്ങാടിയിലെ ചില ആളുകളെ അന്നത്തെ ആളുകൾ പറഞ്ഞയച്ചു. ആ ക്ലാസ് കേൾക്കാൻ അവർ വന്നു. മൗലവിന്റെ ഖുർആൻ ക്ലാസ്സിൽ അന്ന് ഉദ്ധരിച്ച ആയത്ത്, അന്ന് ഓതി പഠിപ്പിച്ച ആയത്ത് അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹുവിന്റെ അടിമക്കല്ല പോരെ എന്ന ആയത്തായിരുന്നു. ആയത്ത് NV അബ്ദുസ്സലാം മൗലവി വിശദീകരിച്ചു. ഖുർആൻ ക്ലാസ് മുടക്കാൻ വന്ന ആളുകൾ അത് കുറച്ചു നേരം കേട്ടിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഇത് ഖുർആനിലുള്ളതാണോ? അതെ. അതിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞ പോലെയാണോ? അള്ളാഹുവിന്റെ അടിമക്കല്ല പോരെ എന്ന് തന്നെയാണോ? അതെ, അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതൊന്ന് എഴുതി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അദ്ദേഹം അത് എഴുതി കൊടുത്തു. അവർ പറഞ്ഞു, നിങ്ങൾ ഓതിയ ആയത്ത്, നിങ്ങൾ ഉദ്ധരിച്ച അർത്ഥം ശരിയല്ലെങ്കിൽ ഞങ്ങൾ ഒരു വരവ് കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരും. ഈ ഏർപ്പാട് ഇവിടെ ഞങ്ങൾ അനുവദിക്കില്ല. പള്ളിയിലെ ഉസ്താദിന്റെ അടുത്തേക്ക് അവർ ചെന്നു. ഈ കടലാസ് കഷ്ണം അവർ നീട്ടി. ഉസ്താദ് അത് വാങ്ങി. അവർ ചോദിച്ചു, അത് ആയത്ത് ഖുർആനിലുള്ളതാണോ? അദ്ദേഹം പറഞ്ഞു, അതെ. ഇതിന്റെ അർത്ഥം ഇങ്ങനെ തന്നെയാണോ? അതെ. എങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ റാത്തീബ് കമ്മിറ്റിയിൽ നിന്ന് ഞങ്ങളുടെ പേരങ്ങ് വെട്ടിക്കോ എന്ന് പറഞ്ഞ് അരീക്കോട് എന്നൊരു നാടുണ്ടാകുന്നത്, ആ നാട്ടിൽ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത്, വൈജ്ഞാനികമായ വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത്, അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്, ആയിരക്കണക്കിന് വൈജ്ഞാനികമായ ഉന്നതമായ വിദ്യാസമ്പന്നരായ തൗഹീദുള്ള മനുഷ്യരുണ്ടാകുന്നത് ഖുർആൻ പഠനത്തിലൂടെയാണ്. ഖുർആൻ ലോകത്തിന് സൃഷ്ടിച്ച അത്ഭുതമാണ്. എത്ര അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും? എത്ര അത്ഭുതങ്ങളെയാണ് ഖുർആൻ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത്? അത് വലിയ പണ്ഡിതന്മാർ മാത്രം പറയേണ്ടതാണോ? അത് വലിയ പ്രഭാഷകരുടെ നാവുകളിൽ നിന്ന് മാത്രം വരേണ്ടതാണോ? അല്ല. നിങ്ങൾക്കറിയുമോ, തമിഴ്നാട് ഭരിക്കുന്ന DMK എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. ദ്രാവിഡ മുന്നേറ്റ കഴകമെന്നാണ് ആ പ്രസ്ഥാനത്തിന്റെ പേര്. DMK എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പെരിയാർ ദാസൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. വലിയ ആ പാർട്ടിയുടെ ബുദ്ധിജീവിയാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരിക്കൽ അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലടക്കപ്പെട്ടു. ജയിലിൽ ആ മനുഷ്യന്റെ കൂടെ അഹമ്മദ് സലീം എന്നു പേരുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാരൻ പെരിയാർ ദാസന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അങ്ങനെ പെരിയാർ ദാസൻ ഒരു രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ കുറച്ച് മാറിയിരുന്ന് ഇങ്ങനെ കരയണം, വല്ലാതെ കരയുന്നു. അയാളുടെ അടുത്ത് ചെന്ന് പെരിയാർ ദാസൻ ആശ്വസിപ്പിച്ചു, നിങ്ങൾ പ്രയാസപ്പെടേണ്ട, പെട്ടെന്ന് പുറത്തിറങ്ങും. ഒരു ഗ്രന്ഥം നെഞ്ചിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് ഇയാൾ കരയുന്നത്. പെരിയാർ ദാസൻ ചോദിച്ചു, ഇത് ഏതാ ഗ്രന്ഥം? അപ്പം അത് കൊടുത്തു. ഖുർആന്റെ തമിഴ് പരിഭാഷയാണ്. ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? ഖുർആൻ അമുസ്ലിങ്ങളെ കൈകൊണ്ട് തൊടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളുള്ള കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മുസ്ലിം പെൺകുട്ടി ഖുർആൻ ഓതിയതിന്റെ പേരിൽ നാട്ടിലുണ്ടാക്കിയ കോലാഹലങ്ങൾ തീർന്നിട്ടുണ്ടോ? ഇല്ല. ആലങ്കോട് ലീലാകൃഷ്ണ മാഷ് എന്ന ഒരു കവിയുണ്ട്, എഴുത്തുകാരനുണ്ട് കേരളത്തിൽ, വലിയ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും. അദ്ദേഹത്തിന്റെ സുപ്രസിദ്ധമായൊരു പ്രസംഗമുണ്ട്. കേരളത്തിലെ യാഥാസ്ഥിതികരായ പണ്ഡിതന്മാരെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് ആലങ്കോട് ലീലാകൃഷ്ണ മാഷ് നടത്തുന്ന പ്രഭാഷണത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്. എനിക്ക് കുറെ മുസ്ലിം കൂട്ടുകാരുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ഖുർആൻ പഠിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കൂട്ടുകാരും എനിക്ക് ഖുർആൻ തരുമായിരുന്നില്ല. എന്നോടുള്ള വെറുപ്പ് കൊണ്ടല്ല എനിക്കവർ ഖുർആൻ തരാതിരുന്നത്, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവരെനിക്ക് ഖുർആൻ തരാതിരുന്നത്. കാരണം ഞാൻ ഖുർആൻ തൊട്ടാൽ എൻ്റെ കണ്ണ് പൊട്ടിപ്പോകുമെന്നാണ് അവരുടെ ഉസ്താദുമാർ അവരെ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഖുർആൻ തരാതിരുന്നത്. ഞാൻ വളർന്നു വലുതായി, ഖുർആൻ കിട്ടി, ഞാൻ വായിച്ചു. അന്ന് എനിക്ക് മനസ്സിലായി, ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യരുടെ കണ്ണ് പൊട്ടിക്കുന്ന ഗ്രന്ഥമല്ല, അത് മനുഷ്യരുടെ കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ് എന്നെനിക്ക് മനസ്സിലായി. എന്ന് ആലങ്കോട് ലീലാകൃഷ്ണ മാഷിന്റെ ഒരു പ്രസംഗമുണ്ട്. പെരിയാർ ദാസൻ ഈ ഖുർആൻ വാങ്ങി വായിച്ചു. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഒരു അത്ഭുതമാണ്, ഇന്ത്യയിലെ ഒരു മഹാത്ഭുതമാണ്. ആയിരങ്ങൾക്ക് ഖുർആനിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റിയ, ആയിരങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അകറ്റിയ ഒരു മഹാപ്രബോധകനാണ്. പെരിയാർ ദാസൻ എന്ന പേര് മാറ്റി അബ്ദുള്ള അടിയാർ എന്ന പേര് സ്വീകരിച്ച് ഇന്ത്യയിൽ ഇസ്ലാമിക പ്രബോധകന്മാരിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമായി അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ഖുർആൻ സൃഷ്ടിച്ച അത്ഭുതമാണ്. ഖുർആൻ മനുഷ്യർക്കുണ്ടാക്കിയ പരിവർത്തനമാണ്. ആ ഖുർആനിന്റെ വാഹകരാകാൻ നമുക്ക് കഴിയണം. ആ ഖുർആൻ നമുക്കിടയിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കണം. പ്രവാചകന്റെ സ്വഭാവം എന്താണ്? സംസ്കാരം എന്താണ്? ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് ചോദ്യം. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകത, മറുപടി ഖുർആനാണ് പ്രവാചകന്റെ സ്വഭാവം. സഞ്ചരിക്കുന്ന ഖുർആനിന്റെ പതിപ്പാണ് പ്രവാചകന്റെ ജീവിതം. നമ്മുടെ ഭാര്യമാര് നമ്മളോട് പറയുമോ, ഒരു ദുർബലമായ ഹദീസിന്റെ പതിപ്പാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയാൻ കഴിയുന്ന ക്വാളിറ്റിയുള്ള എത്ര ആളുകൾ ഉണ്ടാകും നമ്മുടെയൊക്കെ കൂട്ടത്തിൽ? ആത്മാർത്ഥമായി നമ്മളൊന്ന് വിശകലനം നടത്തേണ്ട ആ ഖുർആനുമായി എനിക്കെത്ര ആത്മബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞു?
പരിശുദ്ധ റമളാൻ കഴിഞ്ഞു. പരിശുദ്ധ റമളാൻ ഖുർആനിന്റെ മാസമാണ്. ഖുർആനുമായി ആത്മബന്ധം ഉണ്ടാക്കേണ്ട മാസമാണ്. ആ വിശുദ്ധ ഖുർആൻ ഒരാവർത്തി വായിച്ചു തീർത്ത എത്ര മനുഷ്യരുണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ. ആ ഖുർആൻ നമുക്ക് വേണ്ടി സംസാരിക്കും. നമ്മൾ എങ്ങനെ നവോത്ഥാനം ഉണ്ടാക്കും, നമ്മൾ എങ്ങനെ പരിവർത്തനം ഉണ്ടാക്കും. ഖുർആനുമായി നമുക്കൊരു ആത്മബന്ധം ഉണ്ടാക്കാൻ കഴിയണം. ജീവിതത്തെ മനോഹരമാക്കാൻ സാധിക്കണം. ആ ഖുർആൻ സൃഷ്ടിച്ച വിപ്ലവങ്ങളാണ് മദീനയുടെ ചരിത്രത്തിൽ, മക്കയുടെ ചരിത്രത്തിൽ ജ്വലിച്ചു നിൽക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് പരിവർത്തനത്തിന്റെ വാഹകരായി തീരാൻ കഴിയണം. റിയാദിന്റെ ഇസ്ലാഹി സെന്ററിലെ പൂർവികരായ നേതാക്കന്മാരെ കുറിച്ച് ബുസ്താനി സൂചിപ്പിച്ചു. ഒരുപാട് പേരുകൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. അതൊരവസരമല്ലേ? എത്ര മനുഷ്യർ ഈ നാട്ടിൽ നിന്ന് യാത്രയായി, എത്ര മനുഷ്യർ ആറടി മണ്ണിലാണ്. എന്നാൽ അവർക്ക് വേണ്ടിയെല്ലാം ഈ 2025 ഈ ഏപ്രിൽ മാസത്തിലെ 11-ാം തീയതി ഈ ഓഡിറ്റോറിയത്തിൽ ഇരുന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചത് ഈ നാടിനും ഈ നാട്ടിലെ മനുഷ്യർക്കും അവർ ചെയ്തു കൊടുത്ത സേവനങ്ങളുടെ പേരിലല്ലേ? ആ നന്മ എന്ന് പറയുന്നത് ഖുർആൻ അവർക്ക് നൽകിയ കരുത്തും ഖുർആൻ അവർക്ക് നൽകിയ വെളിച്ചവുമായിരുന്നു. ആ വെളിച്ചം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയണം. ഈ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് ആ വാതിലിലൂടെ നിങ്ങൾ അകത്തേക്ക് കയറിയാൽ ഇവിടെയുള്ള സലഫി മദ്രസയിലെ കുട്ടികളുടെ അത്ഭുതങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു. അതൊരു അത്ഭുതമല്ലേ? ഖുർആൻ നൽകിയ അത്ഭുതമല്ലേ? എത്ര മനോഹരമായിട്ടാണ് ആ കുട്ടികൾ നിങ്ങളുടെ ഹൃദയങ്ങളോട് സംവദിച്ചത്. എത്ര മനോഹരമായിട്ടാണ് ആ കുട്ടികൾ നിങ്ങളുടെ മനസ്സുകളോട് സംവദിച്ചത്. എത്ര മനോഹരമായിട്ടാണ് ആ കുട്ടികൾ നിങ്ങളുടെ ചിന്തകളിലേക്ക് ആശയങ്ങളെ പകർന്നു നൽകിയത്. അത് ഖുർആനിന്റെ അത്ഭുതമല്ലേ? ഈ സലഫി മദ്രസക്കല്ലാതെ ആർക്കത്തരം ഒരു അത്ഭുതത്തെ ഈ രാജ്യത്ത് സൃഷ്ടിക്കാൻ കഴിയും? ആ അത്ഭുതത്തെ എങ്ങനെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയും? ആ മദ്രസകളോട് നിങ്ങൾക്ക് ബന്ധമുണ്ടാകണം. ഈ സെന്ററുകളോട് നിങ്ങൾക്ക് ബന്ധമുണ്ടാകണം. അവിടെയുള്ള ഖുർആൻ പഠന സംവിധാനങ്ങളോട് നിങ്ങൾക്ക് ബന്ധമുണ്ടാകണം. നമുക്ക് സമയമില്ല എന്ന് നമ്മൾ പറയും. നമുക്കെല്ലാത്തിനും സമയമുണ്ടാകുന്ന ഒരു ഘട്ടം വരും. എല്ലാത്തിനും സമയമുണ്ടാകും. മരണത്തിന്റെ മലക്കുകൾ നമ്മിലേക്ക് കടന്നു വന്നാൽ നമ്മൾ പറയും, ഖാല റബ്ബിർജിഊൻ, ഞങ്ങൾക്ക് ഇപ്പൊ സമയമുണ്ട്, കുറച്ചു നേരം കൂടി ഞങ്ങൾക്ക് തരണം, സമയമുണ്ട്, ഞങ്ങൾക്ക് തരണം, അവസരങ്ങൾ തരണം. എന്നാൽ ഒരാൾക്കും അവസരങ്ങൾ കാത്തു നിൽക്കില്ല. മലക്കുകൾ അവരുടെ ആത്മാക്കളെ ഊരിയെടുക്കുന്ന സമയത്ത് അവർ പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി തരുമോ, കുറച്ച് ടൈം ഞങ്ങൾക്ക് തരുമോ? എന്തിനാ? ഞങ്ങൾ ഖുർആൻ ക്ലാസ് സംഘടിപ്പിക്കാം, ഞങ്ങൾ ഇസ്ലാഹി സെന്ററിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാം, ഞങ്ങൾ മദ്രസകളിൽ ഞങ്ങളുടെ കുട്ടികളെ സജീവമായി പങ്കെടുപ്പിക്കാം, ഞങ്ങൾ ഒരുപാട് നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം. പക്ഷെ അള്ളാഹ് പറയുന്ന ഒരു മറുപടിയുണ്ട്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, വെറും വർത്തമാനം പറയുന്നവന്റെ ജൽപ്പനങ്ങളായി അതില്ലാതാകുന്നൊരു സമയമുണ്ട്. ഒന്നിനും പ്രയോജനമില്ലാതെ ആ ജൽപ്പനങ്ങൾ ഉപകാരപ്പെടാതെ നട്ടകാരികളായി, നാശകാരികളായി, നരകത്തിന്റെ അവകാശികളായി തീരുന്ന വിറകുകൊള്ളുകളാകുന്ന അവസ്ഥകൾ നമുക്കുണ്ടാകരുത്. നാം സ്വർഗത്തെ പ്രതീക്ഷിക്കണം. സ്വഹാബികൾ കണ്ട സ്വർഗം ഖുർആൻ ഉണ്ടാക്കിയ അത്ഭുതമാണ്. ഖുർആനല്ലാതെ അങ്ങനെ ഒരു അത്ഭുതത്തെ ഉണ്ടാക്കിയിട്ടേയില്ല. ഖുർആനല്ലാതെ അങ്ങനെ ഒരു ജീവിതത്തെ ഉണ്ടാക്കിയിട്ടേയില്ല. നമുക്ക് റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടാകണം, നമുക്ക് പ്രവാചകനോട് ഇഷ്ടമുണ്ടാകണം, നമുക്ക് ഖുർആനിനോട് ഇഷ്ടമുണ്ടാകണം, ഖുർആനിനോടും പ്രവാചകനോടും ഇഷ്ടമുണ്ടാകണം. സ്വർഗാവകാശികളായ സ്വഹാബത്തിന്റെ പ്രത്യേകതകൾ അങ്ങനെയായിരുന്നു. ബദർ യുദ്ധത്തിന്റെ സൊഫുകൾ ശരിപ്പെടുത്തുമ്പോഴാണ് ഒരാൾ സൊഫ് തെറ്റി നിൽക്കുന്നു. കയ്യിലിരുന്ന വടി കൊണ്ട് സവാദ് ബിൻ യസീർ റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ കുത്തിക്കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, സഫ് ശരിയാക്ക്. സവാദ് റളിയല്ലാഹുവിന് പറഞ്ഞു, നബിയെ, എന്റെ ശരീരം വേദനിച്ചു, എനിക്ക് പ്രതികാരം ചെയ്യണം, എനിക്ക് അങ്ങയോട് പ്രതികാരം ചെയ്യണം. ആരോടാ? അള്ളാഹുവിന്റെ പ്രവാചകനോട് പ്രതികാരം ചെയ്യണം. സ്വഹാബികൾക്ക് അത് സഹിക്കാൻ കഴിയോ? ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞു, ഈ ധിക്കാരിയുടെ കഴുത്ത് വെട്ടട്ടെ പ്രവാചകരെ, ഈ ധിക്കാരിയെ, ഇവന്റെ കഴുത്ത് ഞങ്ങൾ വെട്ടട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, പാടില്ല, പ്രതികാരം എടുക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് സവാദ് റളിയല്ലാഹുവിന് കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എന്റെ ശരീരത്തിൽ കുത്തുമ്പോൾ എന്റെ മേൽമുണ്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അങ്ങയുടെ മേൽവസ്ത്രം മാറ്റണം. റസൂലുള്ളാഹി തന്റെ മേൽവസ്ത്രം മാറ്റി കൊടുത്തു. കയ്യിലിരുന്ന വടിയുമായി സവാദ് റളിയല്ലാഹുവിന്റെ മുന്നിലേക്ക്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് സവാദ് റളിയല്ലാഹുവിന് കടന്നു ചെന്നു. നിർവികാരതയോടെ നിശബ്ദമായി നിൽക്കുന്ന സ്വഹാബികളുടെ മുന്നിലൂടെ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു മൺതരി വീഴുന്നതിനേക്കാളും 1000 വട്ടം കുരിശുമരണമാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ സ്വഹാബികളുടെ മുന്നിലൂടെയാണ് ആ ചെറുപ്പക്കാരൻ പ്രവാചകനോട് പ്രതികാരമെടുക്കാൻ കടന്നു ചെല്ലുന്നത്. റസൂലുള്ളാഹിന്റെ മുന്നിലെത്തി കയ്യിലിരുന്ന വടിയങ്ങ് വലിച്ചെറിഞ്ഞ് പ്രവാചകനെ കെട്ടിപ്പിടിച്ച റസൂലുള്ളാഹിന്റെ മാറത്ത് തുരുതുരാ ചുംബിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലക്കയാ സവാദ്, നിനക്ക് എന്ത് പറ്റി? റസൂലുള്ളാഹിനോട് സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അതാ അപ്പുറത്തായിരങ്ങൾ, ആയുധങ്ങളുമായി അപ്പുറത്തായിരങ്ങൾ, തിരിച്ചു വരാൻ കഴിയുമോ എന്ന് ഉറപ്പില്ല. അതുകൊണ്ട് പ്രവാചകരെ, ഞാൻ എൻ്റെ ശരീരത്തെ അങ്ങയുടെ ശരീരവുമായി എന്തു ചേർത്ത് വെക്കണം എന്ന് ആഗ്രഹിച്ചു പോയി നബിയെ. അതുകൊണ്ടാണ്
പ്രവാചകനോട് ഇഷ്ടമുണ്ടാകാൻ കഴിയണം. നമുക്ക് ആ പ്രവാചകനോട് എത്ര ഇഷ്ടമുണ്ട്, നമുക്ക് ആ പ്രവാചകനോട് എത്ര സ്നേഹമുണ്ട്. നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ പെരുമാറ്റങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിൽ നമുക്ക് ആ പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുമോ? അത് തൗഹീദാണ് നമുക്ക് നൽകുന്നത്. ആ തൗഹീദാണ് നമുക്ക് ആത്മവിശ്വാസം നൽകുന്നത്. സ്വർഗത്തിൽ സ്വർണത്തിന്റെ ചിറകുകളുമായി പറന്നു നടന്ന സ്വഹാബികളുണ്ട്. സ്വർണത്തിന്റെ ചിറകുകളുമായി സ്വർഗത്തിൽ പറന്നു നടന്ന സ്വഹാബത്ത്. നമുക്ക് അവസരങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്ത യുദ്ധത്തിന്റെ സമയമായി. മുഅ്ത യുദ്ധത്തിന് പോകുന്ന സൈന്യത്തിന്റെ മുന്നിൽ സൈന്യനായകനായി സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ നിശ്ചയിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഇസ്ലാമിന്റെ പതാക കൊടുത്തു. ഇസ്ലാമിന്റെ പതാക ഏറ്റുവാങ്ങിയ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞു, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ, വൈൻ കുത്തില, നീ കൊല്ലപ്പെട്ടാൽ ഈ പതാക ജഅഫർ ബിൻ അബീ ത്വാലിബിന് കൊടുക്കണം. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. എന്നിട്ട് പറഞ്ഞു, വൈൻ കുത്തില, നീ കൊല്ലപ്പെട്ടാൽ നീ ഇതിന് അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു കൊടുക്കണം. ഇതിന്റെ അർത്ഥം അറിയാത്തവരല്ലല്ലോ സ്വഹാബത്ത്. ഇതിന്റെ അർത്ഥം അറിയാത്തവരാണോ സ്വഹാബികൾ? അവരുടെ മരണത്തിന്റെ ഡേറ്റാണ് പ്രവാചകൻ അവരുടെ കൈകളിലേക്ക് എഴുതി കൊടുത്തത്. ആ മരണത്തിന്റെ ഡേറ്റാണ് ആ പതാകയായിട്ട് അവർ ഏറ്റുവാങ്ങിയത്. നമുക്ക് ആലോചിക്കാൻ കഴിയുമോ സഹോദരങ്ങളെ? നമുക്ക് ഓർക്കാൻ കഴിയുമോ അങ്ങനത്തെ ഒരു നിമിഷം എന്ന് പറയുന്നത്? നമ്മുടെ മക്കളെ ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണാൻ കഴിയാത്തൊരു ദിവസം എന്ന് പറയുന്നത് ആലോചിക്കാൻ കഴിയുമോ നമുക്കാർക്കെങ്കിലും? ഓർക്കാൻ കഴിയുമോ നമുക്കാർക്കെങ്കിലും? നമ്മുടെ പ്രിയതമയെ ജീവിതത്തിൽ ഒരിക്കലും നാളെ കാണാൻ, ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് നമ്മളോട് ഉറപ്പ് പറയുന്ന ഒരു നിമിഷത്തെ നമുക്ക് ആലോചിക്കാൻ കഴിയുമോ? നിങ്ങൾ ഇനി ഒരിക്കലും മദീനയിലേക്ക് തിരിച്ചു വരില്ല. ഇബ്നു റവാഹയോടും ജഅഫർ ബിൻ അബീ ത്വാലിബിനോടും സെയ്ദ് ബിൻ ഹാരിസയോടും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ആ പതാകയും ഏറ്റുവാങ്ങിയവർ നടക്കുമ്പോൾ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹുവിന്റെ കണ്ണുകളിൽ നിന്ന് 2 തുള്ളി കണ്ണുനീരിറ്റ് വീഴുന്നു. സ്വഹാബികൾക്ക് ബേജാറായി. അവർക്ക് ബേജാറായി. അവർ വിചാരിച്ചു ഇബ്നു റവാഹക്ക് മരിക്കാൻ പേടിയാണ്, അതുകൊണ്ടാണ് കരയുന്നത്. ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മരിക്കാൻ പേടിയായതുകൊണ്ടല്ല, ഖുർആനിലെ ആയത്ത് ആലോചിച്ചത് കൊണ്ടാണ്. വൈൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയ സുമ്മ നുനജ്ജിൽ ലദീന തഖൗ. നരകത്തിന്റെ വഴി കവാടത്തിങ്കൽ വരെ കടന്നു വരാത്തവരായി ഒരാളും തന്നെ ഇല്ല. എല്ലാവരും വരും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരും ആ നരകത്തിന്റെ മുന്നിൽ കടന്നു വരും. സുമ്മ നുനജ്ജിൽ ലദീന തഖൗ. തഖ്വയുള്ളവരെ അല്ലാഹു രക്ഷിക്കും. അല്ലാഹു നമുക്ക് മാർക്കിടാൻ തീരുമാനിച്ചാൽ, നിസ്കാരത്തിന് മാർക്കിടാൻ തീരുമാനിച്ചാൽ, നോമ്പിന് മാർക്കിടാൻ തീരുമാനിച്ചാൽ, ഏത് അമലു സ്വാലിഹാത്തുകൾ കൊണ്ടാണ് സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക? അത് ആലോചിച്ചത് കൊണ്ടാണ് മഹാനായ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു കണ്ണ് നിറഞ്ഞത്. യുദ്ധത്തിന് പോയി. പ്രവാചകന്റെ വാക്കുകൾ പോലെ സെയ്ദ് ബിൻ ഹാരിസ മരിച്ചു വീണു. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പതാക ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ 2 കൈകളും ശത്രുക്കൾ മുറിച്ചു മാറ്റി. അദ്ദേഹവും ആ യുദ്ധക്കളത്തിൽ മരിച്ചു വീണു. ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മരിച്ചു വീണു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു നേതൃത്വത്തിലാണ് പിന്നീട് ആ യുദ്ധം വിജയിക്കുന്നത്. ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണ വാർത്ത കേട്ടപ്പോൾ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് റസൂലുള്ളാഹി വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരുമ്പോൾ പറക്കമുറ്റാത്ത ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന മുറ്റത്ത്. ആ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കണ്ട് പ്രവാചകന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവരെ ചേർത്ത് നിർത്തി. അനാഥ കുട്ടികളുടെ സംരക്ഷണത്തിനു വേണ്ടി പ്രവാചകന്റെ സംസാരങ്ങൾ ഉണ്ടായി. അനാഥകളെ കുറിച്ച് റസൂലുള്ളാഹി സംസാരിച്ചു. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഓടി വന്നിട്ട് ചോദിച്ചു, നബിയെ, ജഅഫർ ബിൻ അബീ ത്വാലിബിന് എന്തെങ്കിലും സംഭവിച്ചോ? ജഅഫർ റളിയല്ലാഹു അൻഹു എന്തെങ്കിലും പറ്റിയോ? അതുകൊണ്ടാണോ അങ്ങിങ്ങനെ സംസാരിക്കുന്നത്? ആ യുദ്ധക്കളത്തിലേക്ക് കൈകൾ ചൂണ്ടിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ആ യുദ്ധക്കളത്തിൽ മുറിച്ചു മാറ്റപ്പെട്ട കൈകളുടെ സ്ഥാനത്ത് സ്വർണത്തിന്റെ ചിറകുകളുമായി സ്വർഗത്തിൽ പറന്നു നടക്കുന്ന ജഅഫർ ബിൻ അബീ ത്വാലിബ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. സ്വർണത്തിന്റെ ചിറകുകളുമായി സ്വർഗത്തിൽ പറന്നു നടക്കുന്ന ജഅഫർമാരോടൊപ്പം കടന്നു പോകാൻ നമുക്ക് എന്ത് അവസരങ്ങളാണ് ഉള്ളത് എന്ന് സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ഇതൊരവസരമായി കാണണം. ഇസ്ലാഹി സെന്ററുകൾ നമുക്ക് അവസരങ്ങൾ തുറന്നു തരുന്നു. വലിയ അവസരങ്ങളാണ് തുറന്നു തരുന്നത്. ആ അവസരങ്ങളെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. അവിടെ ഖുർആൻ പഠന ക്ലാസ്സുകളുണ്ട്. നമ്മൾ ഉണ്ടാകണം. ഷോപ്പിംഗ് മാളുകളിലും അതേപോലെ തന്നെ ഇവിടെയുള്ള ആ കാഴ്ച, ഭൗതികമായ കാഴ്ചകളിലും മാത്രം ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ അള്ളാഹു നമ്മളെ തിരഞ്ഞെടുത്ത് ഇവിടെ എത്തിച്ചത് അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ ഇഷ്ടത്തെ നിലനിർത്താൻ കഴിയണം. ആ സ്നേഹത്തെ നിലനിർത്താൻ കഴിയണം. ഇവിടെ ഈ കുട്ടികൾക്ക് വേണ്ടി അധ്വാനിച്ച അധ്യാപികമാരുണ്ട്. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല. ഇത് സംഘടിപ്പിക്കാൻ ഇന്ന് രാവിലെ മുതൽ ഇവരോടൊപ്പം ഉണ്ട്. 100ഓളം വരുന്ന വളണ്ടിയർമാർ. ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് ബേജാറായത് കൊണ്ടല്ല ആ ആളുകൾ രാവിലെ മുതൽ ഈ പ്രവർത്തനങ്ങളുമായി ഇവിടെ മുന്നോട്ട് നീങ്ങിയത്. നാളെ നമുക്ക് കിടക്കേണ്ട ഒരു ഖബറുണ്ട്. ഒരാൾ പോലും കൂട്ടിനില്ലാത്തൊരു ഖബറുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ മാത്രം കൂട്ടുനിൽക്കുന്ന ഒരു ഖബറുണ്ട്. 6 അടി മണ്ണിലേക്ക് ഒരുപാട് മയ്യത്തുകളുമായ ആളുകൾ കടന്നുപോയ ചരിത്രവും ദിവസങ്ങളുമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. 6 അടി മണ്ണിൽ നമ്മൾ ഇറക്കി വെക്കുമ്പോൾ
6 അടി മണ്ണിലേക്ക് നമ്മൾ ഇറക്കി വെക്കുമ്പോൾ അമലുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും. ഇത്തരം നന്മകൾ നമ്മുടെ ഖബറിൽ നമ്മുടെ കൂടെ ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള അവസരങ്ങളായിട്ടാണ് അവരെല്ലാവരും ഇത് പ്രവർത്തിക്കുന്നത്. ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, വളരെ സ്നേഹം ആ മദ്രസയിലെ കുട്ടികൾക്ക് അവരുടെ അത്ഭുതകരമായ ആ പ്രവർത്തനത്തിന് ഞാൻ അർപ്പിക്കുകയാണ്. അള്ളാഹു നമ്മൾ ഇന്ന് ഇതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു 2 കാര്യങ്ങൾ കൂടി നിങ്ങളോട് സൂചിപ്പിക്കാനുണ്ട്. 3-4 മിനിറ്റുകൾ കൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്. ഒരുപാട് ആശങ്കകൾക്കിടയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ലഹരിയുടെ ഭീകരമായ പിടുത്തത്തിൽ നമ്മുടെ കുട്ടികൾ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് ആലോചിക്കുന്ന ബേജാറുകളിലാണ് മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് പരിഹാരങ്ങൾ ഉണ്ടാകണം. 2 കാര്യങ്ങൾക്കാണ് ഞാൻ ഇന്നിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഒന്നെൻ്റെ സംസാരം കഴിഞ്ഞു. രണ്ടാമത്തേത് നിങ്ങൾക്കൊരു പരിഹാരത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ്. കേരളത്തിൽ ജാമിയ നദവി എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ജാമിയ നദവി എന്ന് പറയുന്നത് മനോഹരമായ ഒരു ക്യാമ്പസാണ്. എടവണ്ണയിലാണ്, മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലാണ്. ഒരുപാട് പരാധീനതകൾക്കിടയിൽ, ഒരുപാട് പ്രയാസങ്ങൾക്കിടയിൽ, ഒരുപാട് കാലത്തെ യാത്ര ചെയ്ത് 60 കൊല്ലത്തെ യാത്രകൾക്ക് ശേഷം ഇന്ന് അതിൻ്റെ പുതിയൊരു തലത്തിലേക്കുള്ള യാത്രയുടെ തുടക്കത്തിലാണ് ആ മനോഹരമായ സ്ഥാപനമുള്ളത്. ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ആ സ്ഥാപനത്തിലുണ്ട്. നിങ്ങളുടെ കുട്ടികളെ സ്കൂളുകളിൽ ചേർക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വലിയ സൗകര്യങ്ങളോടെ ആ സ്ഥാപനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അവിടെ ഹയർ സെക്കൻഡറി തലങ്ങളിൽ വ്യത്യസ്തങ്ങളായ കോഴ്സുകൾ, മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ നമുക്കവിടെ പഠിക്കാൻ കഴിയും. CA CMA കൊമേഴ്സ് കോഴ്സുകൾ നമുക്കവിടെയുണ്ട്. ഹ്യൂമാനിറ്റീസ് ബാച്ചുകളുണ്ട്. അറബിക് കോളേജുകളിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഹയർ സെക്കൻഡറിയോടൊപ്പം അറബിക് കോളേജുകളിൽ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ആർട്സ് കോളേജുകളിൽ ഡിഗ്രി പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. ആർട്സ് കോളേജുകളിൽ ഡിഗ്രി പഠിക്കുന്നതോടൊപ്പം തന്നെ ജാമിയ നദവിയുടെ സ്വലാഹി ബിരുദം നേടാനുള്ള അവസരങ്ങളുണ്ട്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം ഹിഫ്ള് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. പെൺകുട്ടികൾക്ക് മാത്രം ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. പെൺകുട്ടികൾക്ക് മാത്രം ഹിഫ്ളുള്ള സ്കൂളുകളുണ്ട്. തഹ്ഫീദുൽ ഖുർആന്റെ സ്ഥാപനങ്ങളുണ്ട് സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം. അങ്ങനെ 40-ലധികം ഏക്കറുകളിലായി പ്രവിശാലമായൊരു സ്ഥാപനമായി ജാമിയ നദവിയ മാറിയ ഒരു കാലത്താണ്. നിങ്ങൾ ആ സ്ഥാപനത്തെക്കുറിച്ച് മനസ്സിലാക്കണം. നിങ്ങളുടെ കുട്ടികൾക്ക് സുരക്ഷിതമായി പഠിക്കാൻ അവസരങ്ങളുള്ള ഒരു സ്ഥാപനം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടവണ്ണയിലൊന്ന് വരണം. നിങ്ങൾ ആ സ്ഥാപനത്തെ കാണണം. നിങ്ങൾ ആ സ്ഥാപനത്തെ അറിയണം. നിങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ പുതിയ വളർച്ചയെയും പുതിയ നാൾവഴികളെയും നിങ്ങൾ നേരിട്ട് കണ്ട് നിങ്ങൾ അനുഭവിക്കണം. പരാധീനതകളുടെ പ്രയാസങ്ങളുടെ കാലഘട്ടങ്ങളിൽ നിന്ന് ഒരു കുതിച്ചുചാട്ടത്തിലേക്കാണ് നാം യാത്രയാകുന്നത്. നിങ്ങളുടെ കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി പഠിക്കുന്നതോടൊപ്പം ഖുർആൻ മനഃപ്പാഠമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജാമിയയിൽ നിങ്ങൾക്ക് അവസരമുണ്ട്. എൻട്രൻസ് പഠിക്കുന്നതോടൊപ്പം ഹിഫ്ള് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജാമിയയിൽ നിങ്ങൾക്കതിന് അവസരമുണ്ട്. എല്ലാ തരം കോഴ്സുകൾക്കും ജാമിയ നദവിയിൽ നിങ്ങൾക്ക് അവസരമുണ്ട്. കേരളത്തിൽ ഒരു വലിയ സ്വകാര്യ സർവകലാശാലയെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ ജാമിയ നദവിയ അതിൻ്റെ യാത്രകളിലാണ്. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങൾ അറിയണം, കൂടുതൽ മനസ്സിലാക്കണം, കൂടുതൽ അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കണമെന്നാണ് ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത്തൊരു കാര്യം, ജാമിയ നദവിയുടെ യാത്രയിൽ നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാകണം. അതിൻ്റെ ശരിയ കോളേജ് എന്ന് പറയുന്നത്, അതിൻ്റെ തഹ്ഫീദുൽ ഖുർആൻ സ്ഥാപനങ്ങൾ, പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും തഹ്ഫീദുൽ ഖുർആൻ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അവരെ തികച്ചും സൗജന്യമായാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. എനിക്ക് ഖുർആൻ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ എൻ്റെ ചിലവിൽ ഖുർആൻ പഠിക്കുന്നൊരു ഹാഫിദ് ഉണ്ടാകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ കഴിയണം. എനിക്കൊരു പ്രബോധകനെ ഉണ്ടാക്കാൻ എൻ്റെ വീട്ടിൽ നിന്നൊരു പ്രബോധകൻ ഉണ്ടായിട്ടില്ല, എന്നാൽ എൻ്റെ ചിലവിൽ നിന്നൊരു പ്രബോധകൻ ഉണ്ടാകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ കഴിയണം. ഒരു കുട്ടിക്ക് ഒരു വർഷത്തെ ചിലവെന്ന് പറയുന്നത് 70,000 രൂപയാണ്, ഇന്ത്യൻ രൂപയാണ്. നിങ്ങൾക്കൊരു ഒന്നായോ ഗഡുക്കളായോ ഒക്കെ നിങ്ങൾക്കതിന് നൽകാം. പകുതി നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ കഴിയുന്ന അവസരമുണ്ട്. ഒരു മാസത്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആളുകൾ ആ സ്ഥാപനത്തെ സഹായിക്കേണ്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ. ഈ കുതിച്ചുചാട്ടത്തിൽ ജാമിയ നദവിയോടൊപ്പം നിങ്ങൾ ഉണ്ടാകണം. കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ അഭിമാനമായി, കേരളത്തിലെ മുജാഹിദുകളുടെ ഒരു സ്വകാര്യ അഹങ്കാരമായി ജാമിയ നദവിയ ഉയർന്നു നിൽക്കുമെന്നത് ഈ യാത്രയുടെ ഒരു ബാക്കി പത്രമാണ് ഇൻഷാ അള്ളാഹ്. അതുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാകണം, അതിനെ സഹായിക്കണം. അതിന് നിങ്ങൾക്ക് പുറത്ത് രജിസ്ട്രേഷൻ കൗണ്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അവിടെ ജാമിയ നദവിയുടെ പ്രതിനിധികൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇക്ബാൽ സാഹിബ് വേങ്ങര അല്ലെങ്കിൽ മുഹമ്മദ് സുൽഫിക്കർ സാഹിബ് അടക്കമുള്ള ആളുകളെ ഇന്നല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ അതിൻ്റെ സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയോ ഏൽപ്പിക്കുകയോ നിങ്ങൾക്കൊക്കെ ചെയ്യാൻ കഴിയും. ഈ യാത്രയിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. നമ്മുടെ കുട്ടികളെ സുരക്ഷിതരായി ഒരു കഴുകന്മാർക്കും വിട്ടുകൊടുക്കാതെ, ഒരു ആക്ടിവിസ്റ്റുകൾക്കും വിട്ടുകൊടുക്കാതെ, മലബാറിന്റെ ഹൃദയഭൂമികളിൽ മഴവിൽ കൊട്ടാരങ്ങളും മഴവിൽ കൊടികളുമായി കടന്നു വരുന്ന സകല ആക്ടിവിസ്റ്റുകളുടെയും കൈകളെ തടുത്തു നിർത്തി ജാമിയ നദവിയ പോലുള്ള സ്ഥാപനങ്ങൾ ഒരു കൊടുങ്കാറ്റ് പോലെ അത്തരം ചിന്തകൾക്കെതിരെ ആഞ്ഞടിക്കുന്ന ഈ ഘട്ടത്തിൽ ആ കൊടുങ്കാറ്റടിക്കാനുള്ള
വേഗതയ്ക്ക് നിങ്ങളുടെ തണലുണ്ടാകണം, സഹായങ്ങളുണ്ടാകണം. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു സൽപ്രവർത്തനമായി, ഒരു ജാരിയത്തായ സുതക്കയായി, എന്നും നിലനിൽക്കുന്ന ഒരു നന്മയായി ഈ നന്മയെ നിങ്ങൾ കാണണം എന്നുകൂടി ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് കടന്നുപോയ മുഴുവൻ പണ്ഡിതന്മാർ, നേതാക്കന്മാർ എല്ലാവർക്കും നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഒരുപാട് ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങളിലൂടെ നന്മകളെ നേടിയെടുത്ത, നന്മകൾക്ക് വേണ്ടി മുന്നിൽ നിന്ന മഹാപണ്ഡിതന്മാരുടെ രക്തവും വിയർപ്പുമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത്, റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ എന്ന് പറയുന്നത്. ഇവിടെ പേര് പറയാത്ത ഒരുപാട് മനുഷ്യരുടെ വിയർപ്പ് തുള്ളികളാണ്. നാദാ, നീ അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. സ്വർഗത്തിൽ അവരോടൊപ്പം ഒരുമിച്ച് ചേരാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ലോകത്തൊരുപാട് പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യരുണ്ട്. ഫലസ്തീനിന്റെ തെരുവോരങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട്. ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. സമാധാനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഒരുപാട് മനുഷ്യർ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹുവെ, അവരുടെ എല്ലാം രോഗങ്ങൾ നീ ഷിഫയാക്കി കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾ അവരുടെ ഖബർ ജീവിതം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ, എല്ലാവിധത്തിലുള്ള നന്മകളിൽ ഞങ്ങളെ ഒരുമിച്ച് ചേർക്കണം റഹ്മാനെ. ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് സമാധാനം നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് ആശ്വാസം നൽകണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്രൻ, ജസാക്കല്ലാഹ് ഖൈർ. ലഹരി മരണത്തിൻ്റെ വ്യാപാരി, ഏത് കാലഘട്ടത്തിലേക്കും അനുയോജ്യമായ സന്ദേശവുമായി റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ തയ്യാറാക്കിയ ലഹരി വിരുദ്ധ വീഡിയോ അതിൻ്റെ ഔപചാരികമായ പ്രദർശനത്തിന് വേദി സാക്ഷിയാകുന്നു. സഹോദരന്മാരെ, എല്ലാവർക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ പരിപാടി ഇൻഷാ അല്ലാഹ് കൃത്യം 9:30 അവസാനിക്കും. നമസ്കാരം കഴിഞ്ഞ് എല്ലാവർക്കുമുള്ള ഭക്ഷണം വാങ്ങിയതിന് ശേഷം മാത്രമാണ്, പാർസലായിട്ടുള്ള ഭക്ഷണം എല്ലാവരും വാങ്ങിയതിന് ശേഷം മാത്രമാണ് ഇവിടെ നിന്ന് പോകേണ്ടത്. എല്ലാവർക്കുമുള്ള ഭക്ഷണം നമ്മൾ തയ്യാർ ചെയ്തിട്ടുണ്ട്. കേരള നദ്വത്തുൽ മുജാഹിദീൻ കേരളത്തിലും ഗൾഫിലെ ഇസ്ലാഹി സെൻ്ററുകളിലും നടപ്പിലാക്കി വരുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെൻ്റർ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് ഈ വേദി സാക്ഷ്യം വഹിക്കുന്നു. പ്രതിജ്ഞാവാചകങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നത് ISM ജനറൽ സെക്രട്ടറി ഷുക്കൂർ സലാഹി.